പുറത്താരോ വലിയ ഒച്ച ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതെ, വാ നമുക്ക് പോയി നോക്കാം. വേഗം വാ ഹണി. എല്ലാം മറന്നു പോയി. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സോറി. എന്റെ അമ്മോ, നിങ്ങളെപ്പോലത്തെ ആൾക്കാർ കാരണം വല്ലാത്ത തലവേദന ആയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ കാരണം നിങ്ങൾക്ക് എന്ത് തലവേദന ഉണ്ടായത്? അത് പോട്ടെ, നിങ്ങൾ ആരാണ്? ജനിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ട്രെയിനിൽ കയറാൻ പേടി കാണിക്കുന്ന ഒരാളാണ് ഞാൻ. ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് ഞാൻ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ, ഇപ്പൊ ഓർമ്മ വന്നു. ഈ കാര്യമാണ് ഞാൻ എപ്പോഴും മറന്നു പോകുന്നത്. എന്റെ പ്രശ്നവും അത് തന്നെയാണ്. ഒരു പ്രാവശ്യം മറന്നുപോയാൽ പിന്നെ അതെനിക്ക് ഓർമ്മയെ ഉണ്ടാവില്ല. എന്താ മറന്നുപോയേ? അയ്യോ, അത് മറന്നുപോയല്ലോ. ഇയാളുടെ തലയ്ക്ക് എന്തോ അടി കിട്ടിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ ഓർമ്മയ്ക്ക് പോയത്. ഓ, അങ്ങനെയാണോ? ആ, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. ഞാനിവിടെ ഹണി ബണി സോർദാർ പോപ്പാട്ട് അവരെയാണ് കാണാൻ വന്നത്. ആ, നിങ്ങൾ കാണാൻ വന്നത് ഞങ്ങളെ തന്നെയാ. ആ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊള്ളക്കാരൻ ക്രൂർ സിംഗ് എന്റെ അനിയനെ ആവശ്യമില്ലാതെ തടവിലാക്കിയിരിക്കുകയാണ്. കൊള്ളക്കാരൻ ക്രൂർ സിംഗോ? അവൻ ഭയങ്കര അപകടകാരിയാണല്ലോ. അല്ല, അയാളെന്തിനാ തന്റെ അനുജനെ തടവിലാക്കിയിരിക്കുന്നേ? പറ. ആ കൊള്ളക്കാരൻ ക്രൂർ സിംഗിന് ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ അനിയനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ചീട്ടുകളിയിൽ പറ്റിച്ച് കാശ് മുഴുവനും തട്ടിയെടുത്തു. അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാൻ ആർക്കും ധൈര്യവുമില്ല. എന്റെ പാപ അനിയന്റെ കൂടെ വീണ്ടും ചീട്ട് കളിക്കാനായിട്ട് അവനെ അവിടെ ഗുഹയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. അവനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ആ കൊള്ളക്കാരൻ ചെയ്ത് ഒട്ടും ശരിയായില്ല. ആ, അതുപോട്ടെ, താൻ വിഷമിക്കണ്ട. തന്റെ അനുജനെ ഞങ്ങൾ രക്ഷിക്കാം. അതിരിക്കട്ടെ, ആ കൊള്ളക്കാരന്റെ അഡ്രസ് ഓർമ്മയുണ്ടോ? ഞാൻ അവന്റെ അഡ്രസ് മറക്കാതിരിക്കാനായിട്ട് ടാറ്റു രൂപത്തിൽ എന്റെ പുറത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടിട്ട് നിങ്ങളുടെ പുറകിൽ ടാറ്റു ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. ടാറ്റു എവിടെ അടിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഓർമ്മിക്കുന്നില്ല. ആ ഫോട്ടോ എങ്കിലും ഓർമ്മയുണ്ടോ? സത്യത്തിൽ തന്റെ അനിയനെ കാണാണ്ടായോ? തീർച്ചയായും എനിക്കത് നല്ല ഓർമ്മയുണ്ട്. എന്റെ അനിയനെ എനിക്ക് എങ്ങനെയാ മറക്കാൻ കഴിയുക? അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നതാണോ നിങ്ങളുടെ അനിയൻ? അതെ. അങ്ങനെയാണെങ്കിൽ ഇയാൾ പറയുന്നത് ശരിയാ. ഞാനേ നിങ്ങൾ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ഓക്കെ. ഇയാളുടെ അനിയനെ കണ്ടുപിടിക്കുമ്പോഴേക്കും നമ്മുടെ ഓർമ്മ പോകുന്ന എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ? എന്തായാലും നമുക്ക് ഇയാളെ സഹായിക്കാം. നമുക്ക് പോകാം. അയ്യോ, ഇനി ഇവിടുന്ന് എത്ര ദൂരം പോകേണ്ടി വരും? ഓ, ഓ, അയ്യോ, അത് ഞാൻ മറന്നല്ലോ. അല്ല, എന്താ ഇത്? നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞാൻ എന്താ പോപ്കോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പിക്നിക്കിന് വേണ്ടിയല്ലേ കാട്ടിൽ വന്നത്. എന്റെ അമ്മോ, തന്റെ അനിയനെ അന്വേഷിച്ചാണ് നമ്മൾ എല്ലാരും ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ അനിയനോ? എനിക്കൊരു അനിയനുണ്ടെന്ന കാര്യം ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലം തൊട്ട് എനിക്ക് എന്റെ അനിയനെ ഒട്ടും ഇഷ്ടമല്ല. വെറുതെ ക്ഷമയെ പരീക്ഷയിലുണ്ടല്ലോ. ഞാൻ ചൂടായി കഴിഞ്ഞാലേ ഈ തീയേക്കാളും വലിയ ചൂടായിരിക്കും. സംശയമുണ്ടോ? ഇയാള് തീർച്ചയായിട്ടും ഈ ഹണിയുടെ ചേട്ടനാ. ഇപ്പൊ എനിക്ക് എല്ലാം ഓർമ്മ വന്നു. എന്റെ അനിയനെ അന്വേഷിച്ചാണ് നമ്മൾ ഇവിടെ വന്നത്. അവനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പക്ഷെ നിങ്ങൾ ഇവിടെ പിക്നിക്കിന് വന്നത് പോലെയാണല്ലോ. നിങ്ങളുടെ സ്വന്തം അനിയനെ കാണാതായാലും നിങ്ങൾക്ക് ആ വേദന മനസ്സിലാവുകയുള്ളൂ. എന്റെ കൈ കൊണ്ട് പൊങ്കാല ഇടത്തേക്ക് മര്യാദ കേട്ടത് പറയടാ. അതാണ് സ്ഥലം. വാ പോകാം നമുക്ക്. അല്ല, നമ്മൾ ഈ പുഴ എങ്ങനെയാ മറികടക്കുക? ആ, നമ്മൾ എല്ലാവരും എങ്ങനെയെങ്കിലും അപ്പുറത്ത് എത്തിയാ മതിയാവൂ. മറന്നുപോയി. അല്ല, നമ്മളെല്ലാവരും എന്താ ഇവിടെ മല കയറാനായിട്ട് വന്നതാണോ? അതെ. പക്ഷെ എനിക്കിത് വലിയ പേടിയാ.
എല്ലാം ഓർമ്മ വന്നു. ദാ ഇതാണ് ആ ക്രൂർ സിംഗിന്റെ സ്ഥലം. അതെനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ദാ അതിന്റെ പുറകിലായിട്ട് ഒരു വലിയ ഗുഹയുണ്ട്. ഫ്രണ്ട്സ്, ആ കൊള്ളക്കാരനെ കൂട്ടുകാരെ കാണാനില്ല. ആ ഗുഹയ്ക്കടുത്ത് ഇപ്പൊ ആരും തന്നെ ഇല്ല. ഇയാളുടെ അനിയനെ രക്ഷിക്കാൻ പറ്റിയ സമയ. ഒരുത്തനെ വിടില്ല. പറന്നുപോയി. എന്താ സാർ ഇതൊക്കെ? ഞാൻ ഓർഡർ ചെയ്ത പിസ്സ ഇവർ കറക്റ്റ് സമയത്ത് കൊണ്ട് തന്നില്ല. ദേ നോക്ക്, നിങ്ങളുടെ അനിയനെ ഇയാളാണ് തടവിലാക്കി വെച്ചിരിക്കുന്നേ. അതും ദേ ആ ഗുഹയ്ക്കകത്താ. അല്ലാതെ നമ്മളിവിടെ പിസ വാങ്ങാൻ വന്നല്ല, തന്റെ അനിയനെ രക്ഷിക്കാൻ വന്നതാ. ആ പിന്നെ സന്തോഷേട്ടാ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് 500 ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എപ്പോഴാ നിങ്ങൾ തിരിച്ചു തരാൻ പോകുന്നേ? ഓർമ്മ വന്നു. എനിക്കെല്ലാം ഓർമ്മ വന്നു. എന്റെ അനിയനെ രക്ഷിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഈ 4 പേരെ ഇപ്പോ ഞാൻ തടവിലാക്കാൻ പോവുകയാണ്. ഈ വാർത്ത എല്ലാ ന്യൂസ് പേപ്പറിലും ഫ്രണ്ട് പേജിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ചേട്ടാ ഒന്ന് ചിരിക്കേ. വേഗം അവന്മാരെ പോയി പിടിക്കണം. ചേട്ടാ ഒന്ന് എഴുന്നേക്ക്, എന്നിട്ട് ചിരിക്ക്. മറന്നുപോയി. സാധാരണ എല്ലാവരും തക്കാളിയാണ് എറിയാറുള്ളത്. ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങനെ വാഴപ്പഴം എറിയുന്നത്? കാലത്ത് മുതൽ ഞാൻ ഏതായാലും ഒന്നും കഴിച്ചില്ല. ഇപ്പൊ ഈ വാഴപ്പഴം കഴിക്കാം. വാഴപ്പഴം കഴിക്കുമ്പോഴേ അതിന്റെ തൊലി കളയാതെ വേണം കഴിക്കാൻ. എടാ, അയാൾ ഒന്നാമതേ മണ്ടനാണ്. പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? അയ്യോ സോറി കൊച്ചലിയ. ഇതാ നോക്ക്, വാഴപ്പഴം തൊലി കളഞ്ഞിട്ട് വേണം കഴിക്കാൻ. പിന്നെ ഒരു കാര്യം, നീ എന്റെ വാങ്ങിയ 500 ചോക്ലേറ്റ് ഇല്ലേ, അത് എപ്പോഴാ തിരിച്ചു തരാൻ പോന്നേ? ഓർമ്മ വന്നു. 500 ചോക്ലേറ്റോ? നീ എന്റെ അനിയനെ രക്ഷിക്കാനല്ലേ വന്നത്? അല്ല, ഇവര് താഴേക്ക് പോയല്ലോ. വേഗം വാ, നമുക്ക് എന്റെ അനിയനെ രക്ഷിക്കാം. എന്നാൽ ഇവരെ ഇങ്ങനെ വിട്ടിട്ട് പോയാൽ അതൊട്ടും ശരിയാവില്ല. ശരിയാ, വേഗം വാ, നമുക്ക് യുവമാരെ ഒരു പാഠം പഠിപ്പിക്കണം. നിക്ക്, നിങ്ങളുടെ കൂടെ ഞാനും വരാം. ക്രൂർ സിംഗ്, നിന്റെ ഫോട്ടോ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വരണമെന്ന് ആഗ്രഹിച്ചല്ലേ? ചേട്ടാ പ്ലീസ് ചേട്ടാ, സ്മൈൽ. ശരി, അതൊക്കെ വിട്ടേക്ക്. പേപ്പറിൽ ഈ സംഭവം വരുന്ന കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? അഥവാ പേപ്പറിൽ നിന്റെ ഫോട്ടോയും പേരും വരണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ അനിയനെ വെറുതെ വിട്ടേക്കേ. എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കേ. ഫോട്ടോ പേപ്പറിൽ വന്നാലും ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിൽ നീ എന്നും ഉണ്ടാകും. നിനക്ക് മനസ്സിലായില്ലേ? നല്ലത് ചെയ്താൽ നന്മയുണ്ടാകും. നീ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നിന്നെ ഇഷ്ടപ്പെടും. ശരി, എങ്കിൽ എന്നെ പുറത്തിറക്ക്. ഞാൻ ഇവന്റെ അനിയനെ തീർച്ചയായും വെറുതെ വിട്ടേക്കാം. ചേട്ടാ കലക്കി ചേട്ടാ, സ്മൈൽ. അയ്യോ, മറന്നുപോയി. എടാ ബോബാജി, നീ എപ്പോഴാ വന്നത്? ഞാൻ ബോബാജി അല്ല, അത് തന്റെ അനിയന്റെ പേരാണ്. അതൊക്കെ എനിക്കറിയാം. നീ എനിക്ക് പറഞ്ഞു തരണ്ട രാംലാൽ. ദേ പിന്നെയും കാര്യങ്ങൾ മറന്നുപോയി. ഒരു മിനിറ്റ് ചേട്ടാ, എന്റെ 500 ചോക്ലേറ്റ് എപ്പോഴാ തിരിച്ചു തരാൻ പോകുന്നേ?
ഓർമ്മ വന്നു. നീ ഇപ്പോഴും ആ ചോക്ലേറ്റിനെ കുറിച്ച് എന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. എനിക്കെല്ലാം ഓർമ്മ വന്നു. ദാ ഇതാണ് എന്റെ അനിയൻ. ഇപ്പൊ നിങ്ങൾ ഇവനെ വെറുതെ വിട്ടു. ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ചേട്ടാ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചിരിക്കാവോ? ഒരുപാട് സമയമായില്ലേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഏ?